ജാസ്മിൻ ഗബ്രി വിഷയം ഹൗസ് മേറ്റ്സിനോട് ചോദിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പോകാം വീക്കെൻഡ് എപ്പിസോഡിലേക്ക്. ലാലേട്ടൻ വരുന്ന ഫസ്റ്റ് തന്നെ എടുത്ത് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. പവർ ടീമിൻ്റെ പവറില്ലായ്മ. പവർ ടീമിൻ്റെ പവറില്ലായിരുന്നു. ആരൊക്കെയായിരുന്നു പവർ ടീമിനുണ്ടായിരുന്നത്? ജാസ്മിൻ, ഗബ്രി, യമുന, ജാൻമണി, ശ്രീരേഖ. ശരിയാണ്, കഴിഞ്ഞ വീക്കിൽ വളരെയധികം പവർ ടീം ഒരു പോരായ്മ തന്നെയായിരുന്നു. അവർക്ക് കിട്ടേണ്ട പവർ നേരാവണ്ണം ഉപയോഗിച്ചിട്ടില്ല. ശിക്ഷ നടപ്പാക്കുന്നതിലും എന്തിനായിരുന്നാലും പവർ ടീം ഒരു വൻപൻ പരാജയം തന്നെയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ഓരോ ഹൗസ് മേറ്റ്സിനോടും ചോദിക്കുന്നുണ്ട് പക്ഷാഭേദം, അതുപോലെ തന്നെ അവരുടെ ഒത്തൊരുമയില്ലായ്മ, നിലപാടില്ലായ്മ, പ്രശ്നപരിഹാരം എടുക്കുന്നതിന് പരസ്പര വിശ്വാസക്കുറവുണ്ടായിരുന്നോ, ശിക്ഷ നടപ്പാക്കുന്നതിലുള്ള പോരായ്മ, അങ്ങനെ ഓരോ പോയിന്റ് വെച്ചിട്ട് ഓരോ ഹൗസ് മേറ്റ്സിനോട് ചോദിച്ചു. അപ്സര, അർജുൻ, ഋഷി എന്നിവരെല്ലാം അവരുടെ ഒത്തൊരുമയില്ലായ്മയെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷാഭേദം ഉണ്ടെന്ന് അൻസിബ, അപ്സര ഒക്കെ അഭിപ്രായപ്പെടുകയും ചെയ്തു. നോര പറഞ്ഞു ശിക്ഷ വിധിച്ചതിന് നല്ല രീതിയിൽ ശിക്ഷ വിധിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സുരേഷ് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ എല്ലാ തെറ്റുകളും അവരുടെ പോസിറ്റീവ് പോലെ തന്നെ സുരേഷ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ 5 പേര് അത് കഴിഞ്ഞ് 5 പേരോടും ലാലേട്ടൻ ചോദിക്കുന്നുമുണ്ട്. 5 പേരിലും ജാൻമണിയും പറഞ്ഞു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞു അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുപോലെ പവർ യൂസ് ചെയ്യുന്നതിനും എല്ലാം 5 പേർക്കും അധികാരമുണ്ട്. എന്നാൽ 5 പേർക്കും 5 അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഒരാൾ പറയുന്ന ഒരാൾ അംഗീകരിക്കില്ല, ഒരാൾ പറയുന്ന ഒരാൾ അംഗീകരിക്കില്ല, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്. കൂടെ തന്നെ താക്കോലിൻ്റെ പ്രശ്നവും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. താക്കോലിൻ്റെ പ്രശ്നം അവരൊരു സമരം, അത് റോക്കിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് ശ്രീരേഖ വന്നിട്ട് റോക്കിയോട് നീയല്ലേ ചാവി എടുത്തത് എന്ന് ചോദിക്കുന്നത് കൊണ്ട് അതിൻ്റെ ദേഷ്യത്തിൽ ഞാനൊരു സമരം പ്ലാൻ ചെയ്തതാണ് എന്ന് റോക്കി ഇവിടെ പറയുന്നുണ്ട്. ഏതായാലും അതൊക്കെ വളരെ രസകരമായിട്ട് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത്. എന്നാൽ ലാലേട്ടൻ ഇത് പറഞ്ഞ് ബ്രേക്കിന് പോയതിന് ശേഷം അവിടെ സിജോയും റോക്കിയും തമ്മിൽ ഒരു വാക്ക് തർക്കം നടക്കുകയാണ്. കാര്യം റോക്കിയാണ് ആദ്യമായിട്ട് സമരത്തിന് പ്ലാൻ ചെയ്തത്. പക്ഷെ സിജോ അത് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ആദ്യം കൈവക്കി ആ ഒരു ക്രെഡിറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിജോ പറയുന്നുണ്ട് ഒരു സമരം പ്ലാൻ ചെയ്തു എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ഇത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും റോക്കിയുടെ ഒരു പ്രശ്നവും ഇത് തന്നെയാണ്. ആവശ്യമുള്ളതിനും എല്ലാം കയറി ഇങ്ങനെ ഇടപെടുന്നു. ഇത് മാത്രമല്ല പവർ ടീമിലെ ശ്രീരേഖയ്ക്ക് ഒരു ബിലീറ്റർ വെഡിങ് ആനിവേഴ്സറി പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ പിന്നെ ശ്രീരേഖയുടെയും ഫോട്ടോ വെച്ച് ഫ്രെയിം ചെയ്ത് ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് ഇവിടെ ബിഗ് ബോസ്. ഏതായാലും പവർ ടീം ഓൺ എയർ തന്നെയായിരുന്നു. അത് ശരിയായ കാര്യമാണ്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യവുമാണ്. കാര്യം ഹൗസിനുള്ളിൽ ഒരു പവർ കൊടുക്കുമ്പോൾ ആ പവറിനെ വേണ്ട വിധം യൂട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനെ വേണ്ട വിധം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതൊരു പവർ ടീമിൻ്റെ പരാജയം തന്നെയാണ്. പിന്നെ എന്തിനാണ് ഒരു പവർ ടീം ഒരു പവർ കൊടുത്തിട്ട് അതിനകത്തൊരു ഗ്രൂപ്പിനെ അങ്ങനെ നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്ത വരുന്ന ടീമുകൾക്കായാലും ഇന്ന് ഈ ചോദിച്ചതിൽ നിന്നും എങ്ങനെയൊക്കെ ആവണം, എങ്ങനെയൊക്കെ ആവരുത് എന്നൊരു പാഠം കൂടിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് ജാസ്മിനോടാണ്. ജാസ്മിൻ്റെ അച്ഛന് സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ. അതിലൊരു ക്ലാരിഫിക്കേഷൻ ബിഗ് ബോസ് തന്നെ തരികയും ചെയ്തു. കാര്യം തികച്ചും പേഴ്സണലായിട്ട് ഒരു സംസാരമായിരുന്നു എന്നും അതിൽ വ്യക്തിപരമായിരുന്നതുകൊണ്ടും വീട്ടുകാർ ഇത് പുറത്ത് വിടരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാഞ്ഞത്. ബിഗ് ബോസ് കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. എങ്കിലും എന്തെങ്കിലും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യം ഇതാണ്. ജാസ്മിൻ്റെ വാപ്പയ്ക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു, പക്ഷെങ്കിൽ ആൾ ഓക്കെ ആയിരിക്കുന്ന പല ഇൻ്റർവ്യൂസും നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ ഇതിലേതാണ് സത്യം ഏതാണ് കള്ളം എന്നൊന്നും നമുക്കിപ്പം ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കില്ല. എങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹിൻറ്റ് ജാസ്മിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ജാസ്മിൻ അന്ന് അത്രയും പെർഫോമൻസ് അവിടെ കാണിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നീട് അപ്സരയോട് ഗബ്രിയുടെയും ജാൻമണിയും തമ്മിലുള്ള ഐസ്ക്രീമിൻ്റെ പ്രശ്നത്തെപ്പറ്റി വളരെ ആധികാരികമായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഐസ്ക്രീമിൻ്റെ കാര്യത്തിന് അപ്പോൾ അപ്സര പറഞ്ഞു തനിക്കൊരു ഫുഡിൻ്റെ കാര്യത്തിലായതുകൊണ്ട് വളരെ സങ്കടം തോന്നി. ജാൻമണിയും പറഞ്ഞു ഒരു ഫുഡിൻ്റെ കാര്യത്തിലായതുകൊണ്ട് വളരെ സങ്കടം തോന്നി. അത് ശരിയായൊരു കാര്യമാണ്. ഒരു ഫുഡിൻ്റെ കാര്യത്തിന് ഒരിക്കലും ഗബ്രി അത്രയും പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്തായാലും ആ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. ആ സംസാരത്തിലൂടെ അതിൻ്റെ അഭിപ്രായം എല്ലാവരോടും ചോദിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജാസ്മിൻ ഗബ്രി വിഷയം ചോദിക്കുകയാണ്.
ഹൗസ് മേറ്റ്സിൽ എല്ലാവരോടും അവരുടെ അഭിപ്രായം ചോദിച്ചു. എല്ലാവരും വ്യക്തമായി തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്സരയാണെങ്കിലും പറഞ്ഞു, ഗബ്രിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാലും ജാസ്മിനാണ് വന്ന് പറയുന്നത്, ജാസ്മിൻ്റെ കാര്യം ഗബ്രിയാണ് പറയുന്നത്. എല്ലാവരും അർജുനായാലും പറഞ്ഞു ഇവർ രണ്ടുപേരും ഒരുപോലെയാണോ നമുക്ക് സംശയമുണ്ട്. ശ്രീജു, യമുന എല്ലാവരും ഒരുമിച്ചാണ് ഇവർ തീരുമാനം എടുക്കുന്നത്, ഒരുമിച്ചാണ് കളിക്കുന്നത്. സിജോ പിന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കോർണറിലും ഈ കോർണറിലും പോയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട്. ലാലേട്ടൻ്റെ മുന്നിലാണെങ്കിലും ഗബ്രി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം 15 പേര് ചേർന്ന് ഞങ്ങളെ കോർണർ ചെയ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ വന്നു. അങ്ങനെ ഉണ്ടായ ഒരു കൂട്ടാണ്. അതിനെ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ന്യായീകരിക്കുന്നതായിട്ട് ഗബ്രി ഇവിടെ ന്യായീകരിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഒരു നെഗറ്റീവാണ് എന്നുള്ള രീതിയിൽ ഒരു ഹിന്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഇനി അടുത്ത് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ കളിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്ക് നോക്കാം. പവർ ടീമിൻ്റെ ഈ ഒരു പ്രശ്നം, പവർ ടീമിൻ്റെ പവറില്ലായ്മയും അതിൻ്റെ കാരണങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്തതുമായ കാര്യങ്ങളും ഒക്കെ ബാക്കി എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു പവർ ടീം വരുമ്പം അവരെങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ഈ ജാസ്മിൻ ഗബ്രി വിഷയം ഒരു നെഗറ്റീവ് പോയിട്ടുണ്ടോ ഇല്ലയോ, എന്തുകൊണ്ടാണ് അവരോടത് പറഞ്ഞ് മനസ്സിലാക്കിയതെന്നും പറഞ്ഞതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും ഒക്കെ അവർ മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കുമോ അതോ കോംബോ ആയിട്ട് കളിക്കുമോ, ഇനി അവരുടെ ഗെയിം പ്ലാൻ മാറുമോ, ഗെയിം ചേഞ്ച് ചെയ്യുമോ, ഇതൊക്കെ നമുക്കിനി നോക്കിക്കാണാം. അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.